ബയോടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം. ഒരു കുഞ്ഞു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇമ്പോർട്ടൻറ്റുമായ ടോപ്പിക്കാണ്. പ്രോട്ടോസൈലവും മെറ്റാസൈലവും എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേമാണ് പ്രൈമറി സൈലം. എന്താണ് പ്രൈമറി സൈലം? The xylem developed from procambium during primary growth is called as primary xylem. അതായത് പ്രോകാമ്പിയത്തിൽ നിന്നും പ്രൈമറി ഗ്രോത്തിന്റെ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന സൈലമാണ് പ്രൈമറി സൈലം. ഇറ്റ്സ് ഓഫ് ടു കൈൻഡ്സ്, പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം. പ്രൈമറി സൈലത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, പ്രോട്ടോസൈലവും മെറ്റാസൈലവും. എന്താണ് പ്രോട്ടോസൈലം? The first formed primary xylem. The first formed primary xylem is called protoxylem. It may mature before the organ completes its elongation. ഏത് ഓർഗനിലാണ് ഈ പ്രോട്ടോസൈലം കാണുന്നത്? ആ പ്രോട്ടോസൈലം എന്ത് ചെയ്യുന്നു? ഇറ്റ് മേ മെച്യൂർ ബിഫോർ ദ ഓർഗൻ കംപ്ലീറ്റ് ഇറ്റ്സ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സൈലം മെച്യൂർഡ് ആവുന്നു. അതായത് അതിനുശേഷം ഗ്രോത്ത് നടക്കുന്നില്ല, ഇലോങ്ങേഷൻ എൻലാർജ്മെന്റ് ഒന്നും നടക്കുന്നില്ല. ഇറ്റ് ഈസ് സ്മോളർ ഇൻ സൈസ്. വൈൽ കമ്പയറിംഗ് ടു മെറ്റാസൈലം, ഇറ്റ് ഈസ് സ്മോളർ ഇൻ സൈസ്. It have more parenchyma and fewer conducting elements, tertiary elements. എന്താണ്? It have more parenchyma. നമുക്ക് അറിയാം സൈലത്തിന് 4 പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണുള്ളത്. സൈലം പാരൻകൈമ, tertiary elements എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വെസൽസ് ആൻഡ് ട്രക്കീഡ്സ്. ദെൻ സൈലം ഫൈബർ. ഇത് 4മാണ് സൈലത്തിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ്. ഇറ്റ് ഹാവ് മോർ പാരൻകൈമ. സൈലം എലമെന്റ് ആയ പാരൻകൈമയാണ് പ്രോട്ടോസൈലത്തിൽ കൂടുതലായി കാണപ്പെടുന്നത്. ഫ്യൂർ കണ്ടക്ടിങ് എലമെന്റ്സ്, ട്രക്കിയറി എലമെന്റ്സ് എണ്ണം കുറവാണ്. ഇറ്റ്സ് വോൾ എക്സിബിറ്റ് ആനുലർ, സ്പൈറൽ ആൻഡ് സംടൈം റെറ്റിക്കുലേറ്റ് തിക്കനിങ്. പ്രോട്ടോസൈലത്തിന്റെ വോൾ എന്ന് പറയുന്നത് ഇറ്റ് എക്സിബിറ്റ് ആനുലർ, സ്പൈറൽ ആൻഡ് റെറ്റിക്കുലേറ്റ് തിക്കനിങ് കാണിക്കുന്നുണ്ട്. Next one is മെറ്റാസൈലം. എന്താണ് മെറ്റാസൈലം? ലേറ്റർ ഫോംഡ് സൈലം. പ്രോട്ടോസൈലം ഫസ്റ്റ് ഫോം ചെയ്യുന്നു, മെറ്റാസൈലം പിന്നീട് ഫോം ചെയ്യുന്നു. ഇറ്റ് മെച്യൂർ ഓൺലി ആഫ്റ്റർ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഇലോങ്ങേഷൻ ഓഫ് ദ ഓർഗൻ ഈസ് ഓൾമോസ്റ്റ് ഓവർ. ഏത് ഓർഗനിലാണ് കാണപ്പെടുന്നത്? ആ ഓർഗന്റെ ഇലോങ്ങേഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ ഇലോങ്ങേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിന് ശേഷം മാത്രമേ ഇത് മെച്യൂർഡ് ആവുന്നുള്ളൂ. ഇറ്റ് ഈസ് ലാർജർ ഇൻ സൈസ്. അതുകൊണ്ട് തന്നെ മെറ്റാസൈലത്തിന്റെ സൈസ് പ്രോട്ടോസൈലത്തിനേക്കാളും ലാർജർ ആണ്. ഇറ്റ് ഹാസ് മോർ ട്രക്കിയറി എലമെന്റ്സ് ആൻഡ് ഫ്യൂർ പാരൻകൈമ. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു പ്രോട്ടോസൈലം അല്ലേ? ഇറ്റ് ഹാസ് മോർ ട്രക്കിയറി എലമെന്റ്സ്, വെസൽസും ട്രക്കീഡ്സും കൂടുതലായി കാണപ്പെടുന്നു. ആൻഡ് ഫ്യൂർ പാരൻകൈമ. ഇറ്റ്സ് വാൾ എക്സിബിറ്റ് സ്കെലറിഫോം, റെറ്റിക്കുലേറ്റ് ആൻഡ് പിറ്റഡ് തിക്കനിങ്. ഇതിന്റെ വാളില് ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉണ്ട് അല്ലേ? ലിഗ്നിൻ ഡെപ്പോസിഷൻ പല പാറ്റേണിലും കാണപ്പെടുന്നുണ്ട്. അപ്പം ഇതില് മെറ്റാസൈലത്തിനകത്ത് സ്കെലറിഫോം, റെറ്റിക്കുലേറ്റ് ആൻഡ് പിറ്റഡ് തിക്കനിങ് ആണ് കാണപ്പെടുന്നത്. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. മെറ്റാസൈലത്തിന്റെയും പ്രോട്ടോസൈലത്തിന്റെയും നമുക്ക് ഇവിടെ കാണാം. നോക്കുക, പ്രോട്ടോസൈലം സ്മോളർ ഇൻ സൈസ് അല്ലേ? മെറ്റാസൈലം ആണെങ്കിൽ ലാർജർ ഇൻ സൈസ്. ഫസ്റ്റ് ഫോം ചെയ്യുന്നത് പ്രോട്ടോസൈലം ആണ്, പിന്നീട് ഫോം ചെയ്യുന്നത് മെറ്റാസൈലം ആണ്. ഫസ്റ്റ് ഫോം ചെയ്യുന്നു, ബട്ട് അത് ഇലോങ്ങേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ മെച്യൂർഡ് ആവുന്നതുകൊണ്ട് സൈസ് ചെറുതാണ്. മെറ്റാസൈലം ആണെങ്കിൽ സൈസ് വലിയതാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് മെച്യൂർ ഓൺലി ആഫ്റ്റർ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഇലോങ്ങേഷൻ ഓഫ് ഓർഗൻ ഈസ് ഓൾമോസ്റ്റ് ഓവർ. Then differences between protoxylem and metaxylem. എന്തൊക്കെയാണ് മേജർ ഡിഫറൻസ് എന്ന് നോക്കാം. പ്രോട്ടോസൈലത്തിലാണെങ്കിൽ appears first and mature before the organ complete its elongation. മെറ്റാസൈലം ആണെങ്കിൽ appears only when the protoxylem has completed its differentiation. പ്രോട്ടോസൈലത്തിന്റെ
ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് മെറ്റാസൈലം അപ്പിയർ ചെയ്യുന്നത്. ട്രക്കിഡ്സ് ആൻഡ് വെസൽസ് കോമൺലി ഹാവ് ആനുലർ ഓർ സ്പൈറൽ തിക്കനിങ്. പ്രോട്ടോസൈലത്തിന്റെ ട്രക്കീഡ്സിനും വെസൽസിലും കോമൺലി ആനുലർ ഓർ സ്പൈറൽ തിക്കനിങ് ആണ് കാണപ്പെടുന്നത്. മെറ്റാസൈലത്തിലെ ട്രക്കീഡ്സിനും വെസൽസിലും സ്കെലരിഫോം, റെറ്റിക്കുലേറ്റ് ഓർ പിറ്റഡ് തിക്കനിങ് ആണ് കാണപ്പെടുന്നത്. ട്രക്കിയറി എലമെന്റ്സ് ആർ യൂഷ്വലി നാരോ. പ്രോട്ടോസൈലത്തിന് നമ്മൾ പറഞ്ഞു സൈസ് സ്മോളർ ആണ്, സ്മോളർ ഇൻ സൈസ്. സോ ട്രക്കിയറി എലമെന്റ്സ് ആർ യൂഷ്വലി നാരോ. മെറ്റാസൈലത്തിലാണെങ്കിലോ ട്രക്കിയറി എലമെന്റ്സ് ആർ കോംപ്ലക്സ് ആൻഡ് വൈഡ്. പ്രോട്ടോസൈലം ഹാസ് മോർ പാരൻകൈമ ആൻഡ് ലെസ് ട്രക്കിയറി എലമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റാസൈലത്തിലാണെങ്കിൽ ലെസ് പാരൻകൈമ ആൻഡ് മോർ ട്രക്കിയറി എലമെന്റ്സ്. ഇത്രയുമാണ് മേജറായിട്ട് നമുക്ക് പറയാനുള്ള പ്രോട്ടോസൈലത്തിന്റെയും മെറ്റാസൈലത്തിന്റെയും ഡിഫറൻസ്. എന്താണ് പ്രോട്ടോസൈലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെറ്റാസൈലം എന്താണ്, അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.